ബാക്ക് ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ആവണ ശ്രദ്ധി പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നോക്കി നല്ല രീതിയിൽ മഞ്ഞ് വിതച്ച് കിടക്കുന്ന ഒരു തണുത്ത് വരച്ചൊരു മോർണിംഗ് ആണ്. അപ്പോൾ നല്ല തണുപ്പ്, നല്ല കൊടും തണുപ്പാട്ടുന്നത്. കാരണം ഇന്നലെ നമുക്കൊരു പുലർച്ചെ ആയപ്പോൾ തുടങ്ങി നല്ല ഗംഭീര മഴ ഉണ്ടായിരുന്നു. അപ്പോൾ മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിലും കോടയാട്ടോ, ഒരു രക്ഷയില്ലാത്ത കോടയാണ്. പുറത്തൊക്കെ ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ ശ്വാസം എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കോടയുടെ ആ ഒരു ഈർപ്പൊക്കെ നമുക്കിങ്ങനെ ഉള്ളിലേക്ക് തന്നെ കയറും. അത്രത്തോളം നല്ല രീതിയിലാട്ടോ കോട ഇറങ്ങിയിട്ടുള്ളത്. കോട ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അറിയാം നമുക്ക് ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല. നമുക്ക് പുറകിലേക്കുള്ള ഒരു ഭാവം, ആ ഭാവത്തിന് വന്നിങ്ങനെ ഫുള്ള് മൂടിയിരിക്കുക. അപ്പോൾ രാവിലെ തൊട്ട് ഈ ഒരു അവസ്ഥയാണ്. അപ്പോൾ കാരണം കോട ഇങ്ങനെ നേരം വെളുക്കുന്നതിനനുസരിച്ച് കോട അങ്ങനെ കൂടുതലുണ്ട്. നമുക്കിപ്പോഴും നേരം വെളുക്കാത്തൊരു ഫീലിങ്സ് ആണ്. കാരണം ഒരു 6 മണിയായ സെറ്റപ്പാണ്. മൊത്തം ഒരു ഇരുണ്ട് കൂടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാൻ പറ്റുന്നൊരു ഫീലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരുപാട് ടൂറിസ്റ്റുകാരൊക്കെ ഇവിടെ ഈ ഒരു വഴി പോയിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു ടൈമിലൊക്കെ ഒത്തിരി പേര് നമ്മുടെ അട്ടപ്പാടിയൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരാറുണ്ട്. കാരണം ഒരു കോടയും മഞ്ഞും തണുപ്പൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ അട്ടപ്പാടി ഒരു കൂടുതൽ സുന്ദരിയാവുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് നമ്മുടെ ഈ അട്ടപ്പാടിയിലേക്ക് ആകർഷിക്കുന്നത് ഇവിടുത്തെ ഒരു ക്ലൈമറ്റും മൊത്തത്തിലുള്ള ഈ ഒരു എന്താ പറയുക പ്രകൃതിയുടെ കുറേ ഭാഗങ്ങൾ തന്നെയാണ്. എന്നാലും ഇന്നും നല്ലൊരു കിഡിലൻ അറ്റ്മോസ്ഫിയറിനെയാണോ. വെയിലൊന്നും എന്തായാലും ഉണ്ടാവില്ല കേട്ടോ. കാരണം അത്രത്തോളം തണുപ്പും മഴയൊക്കെ തന്നെയാണ്. നമുക്ക് കുറേ ദിവസങ്ങളായിട്ട് വെയിലുണ്ടായിരുന്നു. എന്നാലും ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങളിലേക്ക് ചിലപ്പോൾ മഴ ആയിരിക്കണം. അപ്പോൾ എന്തായാലും നല്ല ഈ ഒരു തണുത്ത് ഉറച്ച് കിടക്കുന്ന ഈ ഒരു പുലർക്കാലം മോർണിംഗിൽ നമ്മുടെ ഈ ഒരു പ്രഭാത വീണ്ടും അവിടെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കാണാൻ വേണ്ടി എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ നമ്മുടെ കിച്ചണിൽ ഓരോ പണികളൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്കിന്ന് കഴിക്കാനായിട്ട് ദോശയാണ് ഉണ്ടാക്കുന്നത്. ഒരു ദോശയ്ക്ക് ഞാൻ അവിടെ ഒഴിച്ച് വെച്ചിട്ടാണോ വന്നിട്ടുള്ളതും. ദോശയും ചട്നിയാണ്. അപ്പോൾ ഇതിന് കറി വെക്കണം. നമുക്ക് കുറച്ചധികം പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കാണാട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇത് നോക്കിയ കാറ്റ്, നല്ല കാറ്റാട്ടോ വീശുന്നത്. നമുക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു മരങ്ങളൊക്കെ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ആടി വരുന്ന ഒരു സൗണ്ട് നമുക്ക് ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ വേണ്ടി വരും. കൂട്ടത്തിൽ ഇതാ മഴയും മഞ്ഞും തണുപ്പൊക്കെ ആകുമ്പോൾ നല്ല രീതിയിലാട്ടോ മൈന്യൂട്ടായിട്ടുള്ള ആ ഒരു വോയിസ് ഞാൻ പറയാതെ തന്നെ നമ്മുടെ കൂട്ടുകാർ ഡെയിലി വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്ക് അറിയുണ്ടാവും. ഞാൻ പറയാതെ തന്നെ എത്രത്തോളം എഫക്റ്റിലാണ് നമ്മുടെ ഒരു കിളികളുടെയൊക്കെ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നും നല്ല രീതി തന്നെ കിട്ടും. എന്തായാലും നമുക്ക് ഇന്നത്തെ എല്ലാ വിശേഷങ്ങളും കാണാം. മൊത്തത്തിൽ നോക്കി ആ ഒരു മഞ്ഞും തണുപ്പൊക്കെ ഏറ്റിട്ട് നമ്മുടെ ചെടികളൊക്കെ ഈ ഒരു കുറേ നേരം ഇങ്ങനെ കോട ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു ഈർപ്പം ഇങ്ങനെ ചെടികളിലേക്കൊക്കെ അത്യാവശ്യം നല്ല രീതി തന്നെ വരും കേട്ടോ. നമ്മളെ കുറച്ച് നേരം ഇവിടെ നിൽക്കുമ്പോഴത്തേനും ഒരു കുഴപ്പമില്ലാത്ത ആളാണെങ്കിൽ പോലും നമുക്ക് തൊണ്ടവേദന, ജലദോഷം അങ്ങനെയൊക്കെ വരും. കാരണം അത്രയും എഫക്റ്റിലാണല്ലോ കോട വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നോക്കി നല്ല കാറ്റുപോലെ ചെടികളൊക്കെ കാണാൻ വേണ്ടി പ്രത്യേക ഭംഗിയാട്ടോ. കാരണം അതിന് മഞ്ഞുതുള്ളികളൊക്കെ ഏറ്റ് ഒരു തീരെ എഫക്റ്റിലാട്ടോ കോട വന്ന് മൂടിയിട്ടുള്ളത്. ഒരാഴ്ചയായിട്ട് നമുക്ക് നല്ല വെയിലായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇതാ ഇന്നാണ് കേട്ടോ നല്ല കോട ഇറങ്ങിയിട്ടുള്ളത്. കോട ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേക ഒരു ഭംഗിയാട്ടോ. നമുക്ക് മൊത്തം പുറത്തിറങ്ങി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് കാഴ്ചകൾക്കൊക്കെ ഒരു ഇരട്ടി മധുരമെന്ന് പറയാം. അപ്പോൾ ഈ ഒരു കാഴ്ചകൾ ആസ്വദിക്കാൻ വേണ്ടി തന്നെ അവിടെ ഇവിടെ ഒരുപാട് പേര് വരാറുള്ളതായാലും മൊത്തം ഇങ്ങനെ നമ്മുടെ ഒരു മലകളും മൊത്തത്തിൽ ഇങ്ങനെ മഞ്ഞ് പൊതിച്ച് കിടക്കുവാണേ. കൂടെ ആ ഒരു കിളികളുടെ ചെറിയ ഒരു വോയിസും ആ വല്ലാത്തൊരു ഫീലിങ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയും കൂടി തുടങ്ങിയിട്ടുണ്ടേ. ഈ ചാറ്റൽ മഴ ശക്തി ആർജിക്കുന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മുടെ ആവണിക്കുട്ടി ഇതാ പല്ലൊക്കെ തേച്ച് നല്ല മിടുക്കി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പല്ലൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. നോക്കി കുട്ടിക്ക് ഒട്ടും വികൃതിയും കുറുമ്പൊന്നും ഇല്ലാത്തോണ്ട് ഇതാ നോക്കി വായുടെ ആ ഒരു ഭാഗത്ത് ചെറുതായിട്ടൊരു മുറിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ ഒതുങ്ങിയിരിക്കുന്ന കുട്ടിയായതുകൊണ്ടല്ലേ ആവണിക്കുട്ടി. തണുപ്പുണ്ടോ നിനക്ക്? ഇങ്ങനെയാണോ ഒരു പല്ല് കാണിച്ചു കൊടുക്കുന്നത്? നേരെ കാണിച്ചു കൊടുക്കി. ഈന്ന് പറ, ഈന്ന് കാണിച്ചു കൊടുക്കി. സുന്ദരി പല്ലാണോ ചോദിക്കും. സുന്ദരി പല്ലാണോ ചോദിക്കി. ആ സുന്ദരി പല്ലാണോന്ന് അവർ പറയൂ കേട്ടോ. തണുപ്പുണ്ടോ? കോടയാന്ന് പറയുന്നു ഇവിടെ. നല്ല കോടമഞ്ഞാ. നമ്മൾ പറയുന്നതിൻ്റെ ഇരട്ടിയായിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് തിരിച്ച് പറയട്ടോ ആള്. അപ്പം എന്തായാലും ഇതാ നമ്മുടെ കുഞ്ഞാവയുടെ വിശേഷങ്ങളൊക്കെ കണ്ടു. അപ്പം നമ്മുടെ വീഡിയോസിലൂടെ ഇപ്പം നമ്മുടെ ആവണിക്കുട്ടിയുടെ ഒരു ദിവസം നമ്മൾ വീഡിയോയിൽ കാണിച്ചില്ലെങ്കിൽ 1-2 കമൻറ്റ് മിക്ക ദിവസങ്ങളും നമുക്ക് കാണാറുണ്ട്. ആവണിക്കുട്ടി എവിടെ, ആവണിക്കുട്ടി എവിടെയെന്ന്. ആവണിക്കുട്ടിക്ക് ഇത്രയും ഫാൻസ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഞാൻ ഇപ്പോഴാട്ടോ. എന്തായാലും നമ്മുടെ ആവണിക്കുട്ടി നോക്കി നല്ല ഹാപ്പി ആയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേ ഇന്ന് കഴിക്കാനായിട്ട് ഞാനിതാ രാവിലെ ദോശയായിട്ട് ഉണ്ടാക്കുന്നത്. ഞാൻ ഇതാ അവിടെ ദോശ ഉണ്ടാക്കുന്നതിന് തൊട്ട് താഴെയായിട്ട് ഇതാ വന്നിട്ട് ഓരോ കോമാളിയൊക്കെ കാണിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ആവണിക്കുട്ടിയുടെ ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ദോശ ഇട്ടുകൊണ്ടിരിക്കുന്നത്. തലേ ദിവസം നേരത്തെ നമ്മൾ മാവ് കരച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പൊന്തി വരും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നല്ല തണുപ്പുള്ള ദിവസം മാവ് പൊന്താൻ വേണ്ടി ഒരുപാട് ടൈം എടുക്കും കേട്ടോ. കുറച്ച് ഞാനിപ്പോൾ ഓൾറെഡി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ബാക്കിയത് ഞാനിതാ ഉണ്ടാക്കി എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്നാലും കുറച്ചുകൂടി എനിക്കിനി ദോശ ചുട്ടെടുക്കാൻ പറ്റും. എല്ലാം ഒന്ന് എടുക്കട്ടെ കേട്ടോ. മാത്രമല്ല പുറത്തൊക്കെ നല്ല തണുപ്പുള്ള ദിവസങ്ങൾ നമ്മൾ നേരത്തെ ഈ ദോശയൊക്കെ ചുട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തണുത്ത് പോകും. അതുകൊണ്ട് നമ്മൾ കഴിക്കാൻ ഏകദേശം ടൈം ആകുമല്ലോ. അപ്പോൾ ആ ഒരു ടൈം നോക്കിയിട്ടാണ് ചുട്ടെടുക്കാറുള്ളത്. അതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തണുത്താകുന്നതുകൊണ്ട് തന്നെ
അപ്പോൾ ആ ദോശയ്ക്ക് കഴിക്കാൻ വേണ്ടി നമുക്കിന്ന് ചട്നി എടുക്കാം. ആ ചട്നി ഓൾറെഡി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്നിയൊക്കെ അരച്ച് വെച്ചതിന് ശേഷം നമ്മൾ ദോശ ഇടുന്നത്. അതേപോലെ തന്നെ ദോശ ഇടുന്ന ടൈമിൽ നമ്മൾ എണ്ണ തയ്ക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു സംഭവം അവിടെ എടുത്തുള്ളത്. അതായത് നമ്മുടെ വാഴയുടെ തണ്ടാട്ടോ. അതാകുമ്പോൾ നമ്മുടെ കൈ പൊള്ളൂല. അത്യാവശ്യം നല്ല നീളത്തിൽ തന്നെയായിട്ട് എടുത്തുള്ളത്. എന്നാലും ബാക്കി കുറച്ചുകൂടി എടുക്കുന്നാലും എല്ലാം ഒന്ന് ചുട്ടെടുത്തിട്ട് കാണാം. അങ്ങനെ എന്തായാലും ദോശ ഇടലും അതേപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് വീണ്ടും പുറത്തിറങ്ങിയപ്പോൾ നോക്കി നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും കുറച്ചുകൂടി ശക്തി അരച്ചുകൊണ്ടാട്ടോ കുട വീണ്ടും ഇറങ്ങിയിട്ടുള്ളത്. മൊത്തം ഇങ്ങനെ മൂടി ഒരു പുകമയം തന്നെയാട്ടോ ഇപ്പോൾ എന്തായാലും ഉള്ളത്. അതേപോലെ തന്നെ നോക്കി ബാക്ക് വശമൊന്നും ഒന്നും കാണുന്നില്ല കേട്ടോ. ആ ഒരു ചെറിയ ചാറ്റിലുണ്ടെന്നുണ്ട്. അപ്പോൾ അതെന്തായാലും നേരത്തെ അപേക്ഷിച്ച് കുറച്ചൊന്ന് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ചെറിയൊരു ചാറ്റിലായാലും അത്യാവശ്യം കുറച്ച് നേരം കനത്തിൽ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും നേരം ഇറങ്ങിയാലുള്ളൊരു സെറ്ററിലായിരുന്നു കേട്ടോ. ഇപ്പോൾ എന്തായാലും വീണ്ടും സെറ്ററിൽ കയറണം കേട്ടോ. കാരണം പുറത്ത് കുറച്ച് സെറ്ററിൽ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് തണുത്ത് വരയ്ക്കാമെന്നാണ് കേട്ടോ. അതുപോലെ തന്നെ വീണ്ടും മഴ ചെറുതായിട്ട് തുള്ളിയൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നനയും കേട്ടോ. അതേപോലെ തന്നെ നല്ല കാറ്റും വീശുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഞാൻ നമ്മുടെ ആവണിക്കുട്ടിക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് വന്നുള്ളത്. അപ്പോൾ തന്നെ ആളെന്താ പരിപാടി നമുക്ക് നോക്കി. അപ്പം കഴിക്കുക. എന്താ കഴിക്കാൻ? ദോശയാണോ? ഇഷ്ടമായോ ദോശ? ദോശ എങ്ങനെയാ കഴിക്കണേ അവനീ? ചായയിൽ മുക്കി കഴിക്കോട്ടോ ദോശ. ദോശ കഴിച്ചോട്ടോ. ആ അവയെ കാണിച്ചു കൊടുക്കണോ? ഇപ്പൊ കാണിച്ചു കൊടുക്കാം. നമ്മുടെ ആവണിക്കുട്ടി കേട്ടപ്പോൾ അവൾ കുഞ്ഞായിരുന്നപ്പോൾ നമ്മൾ അവളെ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഒരുക്കിയതാണ്. അപ്പോൾ അതാട്ടോ ഇപ്പോൾ അവൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറയണത്. കാട്ടി കൊടുത്തുട്ടോ. പിന്നെ അപ്പോൾ ഈ വാവേനെ ഇഷ്ടമായിട്ടുള്ളത് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ ഒരു കലാപരിപാടി ഇപ്പോൾ ഇവിടെ സ്ഥിരമാട്ടോ. ഞാൻ എന്തെങ്കിലും എടുത്താൽ അത് നമ്മുടെ ആവണിക്കുട്ടിക്കും വേണം കേട്ടോ. അപ്പോൾ നോക്കിയതാ വാശി പിടിച്ച് പിണങ്ങിയിരിക്കുക കേട്ടോ. കത്തിയായിട്ട് അളിച്ച് വെക്കുന്നത് ചെറുതും ആൾക്ക് വേണ്ട. കൂട്ടത്തിൽ വലിയ സംഭവങ്ങളൊക്കെ നമ്മുടെ ആവണിക്ക് പറ്റുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ കറി വയ്ക്കാനായിട്ട് ഒരു കപ്ലങ്ങ കേട്ടോ. അതായത് പപ്പായ. പല സ്ഥലങ്ങളിലേക്കും പല പേരിലായിരിക്കില്ല. ഒരുപാട് പേരുകളുള്ള രാശം തന്നെയാണ് കേട്ടോ. എന്തായാലും നമുക്ക് അതിലൂടെ 1-2 മരങ്ങളുണ്ട്. ഇതിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ടായിട്ടുമുണ്ട്. എനിക്ക് എന്നെ സഹായിക്കാൻ വേണ്ടി അതിൻ്റെ സീഡൊക്കെ മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം ഞാനൊന്ന് പരിപ്പിട്ടിട്ട് നന്നായിട്ട് തേങ്ങയൊക്കെ അരച്ച് വയ്ക്കില്ല. അപ്പോൾ അതാട്ടോ നമ്മളൊന്ന് വെക്കാൻ വേണ്ടി പോകുന്നത് ഉച്ചയ്ക്ക് ചോറിന് വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റാട്ടോ അത് കഴിക്കാനൊക്കെ ആയാലും. മാത്രമല്ല പരിപ്പ് നമ്മൾ പെട്ടെന്ന് വേവുന്ന പരിപ്പ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ തന്നെയാണോ ഞാൻ ഇടാറ്. അപ്പോൾ ഒരുപാട് ചെറിയ പീസും ആക്കണം, എന്നാൽ ഒരുപാട് വലിയ പീസും ആവരുത്. ഒരു മീഡിയം സൈസുള്ള പീസുകളെല്ലാം ആക്കിയതിന് ശേഷം അതിലേക്കാണ് നമ്മൾ പരിപ്പും കൂടെ കഴുകിയിട്ടതിന് ശേഷം അങ്ങനെ കുക്കറിലിട്ട് ഒരു വിസിൽ മതി ഇട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടി പോകും. പപ്പായ വെച്ചിട്ട് ഞങ്ങളൊന്ന് കറി വെക്കാൻ പോവാ. ഞങ്ങൾ പപ്പായ കറി കഴിക്കാൻ എല്ലാവരും ഓടി വായു. അങ്ങനെ ഓടി വായു. അവനൊരു പാട്ട് പാടി കൊടുത്തേ. കുരു എടുക്കണ്ടേ? അപ്പോ ശരി, അമ്മ ആക്കിയിട്ട് കുരു മാത്രം എടുക്കാം. ഇതെടുക്കാം. എന്താ നിന്റെ മുറമേണ്ടതൊക്കെ പറയുന്നുണ്ട്. മിക്കവാറും ഞാൻ അരിഞ്ഞ് തീരുന്നതിന് മുന്നായിട്ട് പാത്രം വാങ്ങിക്കുമെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പം എന്തായാലും അവളിങ്ങനെ കൂടുതലുള്ളപ്പോൾ നമുക്ക് ടൈം പോകുന്നു അറിയില്ല. അതേപോലെ തന്നെ നമുക്ക് ചില ടൈമിൽ നല്ല വീട്ടിൽ ഇരട്ടി പണി ഉണ്ടാകും കേട്ടോ. വേണ്ട കേട്ടോ, അമ്മ ആക്കിക്കോളാം. ആവണി ഇതിലാക്ക് തോന്നി കുരു ഓരോന്ന് പെറുക്കിയില്ലേ, പെറുക്കിയിട്ടോ ഓരോന്ന് ഓരോ. താഴെ വീട്ടല്ലേ. അങ്ങനെ നമ്മുടെ ആവണിക്കുട്ടിയുടെ പാട്ട് എന്തായാലും ഒരു സൈഡിൽ നടക്കുന്നില്ല കേട്ടോ. അതേപോലെ തന്നെ അതാ നമുക്കിപ്പോൾ അരിഞ്ഞെടുക്കാനുള്ള പപ്പായല്ല നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഈ ലെവലിലാണ് അപ്പോൾ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുകൂടെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ ഇത്രയും തന്നെ നമുക്ക് ധാരാളം കേട്ടോ. പിന്നെ നമ്മളിതിൻ്റെ പരിപ്പ് ഇട്ടാണല്ലോ വെക്കുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ എല്ലാം ഒന്ന് അരിഞ്ഞ് കറി വെക്കട്ടെ. അപ്പോൾ എന്തായാലും അതിന് ശേഷം കാണാം. അപ്പോൾ ഇതാ ഈ ഒരു ലെവലിലാട്ടോ നമ്മൾ പപ്പായ എല്ലാം അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഞാൻ അരിഞ്ഞ് കഴിഞ്ഞ് കത്തി താഴെ വെക്കണമെന്ന് നോക്കിയിരിക്കുമായിരുന്നു നമ്മുടെ ആവണിക്കുട്ടി.
ആ കത്തി എടുക്കാനായിട്ട് എന്തായാലും പിടിച്ച് വാങ്ങട്ടെ. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടിയുടെ കരുതാ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് തിരിച്ച് വാങ്ങിക്കൽ കുറച്ചധികം മെനക്കുള്ള പണിയുണ്ട്. അപ്പോൾ നല്ലൊരു കത്തിയുമായിട്ട് ചെറിയൊരു മൽപ്പിടുത്തത്തിന് ശേഷം കേട്ടോ ഞങ്ങളൊന്ന് വീണ്ടും കിച്ചണിൽ കയറിയുള്ളപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ളത് നമ്മളത് നന്നായിട്ട് കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് കറി വെക്കാൻ വേണ്ടി പോകുന്നത്. കറി ഓൾറെഡി ഇപ്പോൾ നമുക്ക് കടുകും താളിച്ചപ്പെട്ടു. നമ്മൾ ഇതിലേക്ക് തേങ്ങയൊക്കെ നന്നായിട്ട് തന്നെ അരച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കടുകൊക്കെ താളിച്ചിടാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് അപ്പോൾ ചൂടായതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ നമ്മൾ കടുക് വറ്റൽമുളക് അതേപോലെ തന്നെ കറിവേപ്പിലേക്ക് നമ്മൾ ടൈം എടുക്കുന്നതനുസരിച്ച് നന്നായിട്ട് ഒരു ലീഫ് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുപോലെ നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളിലാട്ടോ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ താഴെ പോയിട്ട് പൊട്ടിക്കാൻ പറ്റിയില്ലാന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ടൈമില്ലാത്ത ടൈമിലൊക്കെ നമുക്ക് ഇത് വളരെ ഉപകാരമായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിൽ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് നമ്മുടെ കറി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് വളരെ സിമ്പിളും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് നാടൻ കറിയാട്ടോ നമ്മളിപ്പോൾ ചെയ്തെടുക്കുന്നപ്പോൾ നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടി പറ്റിയ കിടിലൻ കറി തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്കാണെങ്കിൽ ഇവിടെ ഒരുപാട് പപ്പായൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും കറി റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് പണികൾ വരുന്നുണ്ട്. അതിൽ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് വാഴക്കൊലകൾ ഇപ്പോൾ വെട്ടാൻ പാകമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ പറമ്പിൽ വെട്ടിനൊക്കെ അതാ വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെട്ടിനും അമ്മനൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും അവിടം വരെ ഒന്ന് പോവാം. അപ്പോൾ നോക്കി പോകുന്ന വഴിക്ക് മൊത്തം ഇതേപോലെ കോട തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ടൈം ഏകദേശം കുറച്ചായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ടൈമായിട്ട് നമ്മുടെ ആ ഒരു നേരത്തെ കണ്ടിട്ടുള്ള ഒരു കോടയ്ക്ക് ഒരു ശമനം ഇല്ലാന്ന് തന്നെ പറയട്ടെ. കാരണം അത്രത്തോളം നല്ല ഫോഴ്സിലാട്ടോ കോട ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ അവിടെ അമ്പലത്തിൻ്റെ ഒരു ഭാഗമായിട്ട്. അപ്പോൾ നോക്കി അവിടെ നിന്നൊക്കെ അങ്ങോട്ടേക്ക് ഉള്ള മലകളായാലും അതുപോലെ തന്നെ ആ ഒരു ഭാഗങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ. അത്രത്തോളം അതിശക്തമായിട്ടുള്ള കോട തന്നെയാണ്. അപ്പോൾ നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു രാവിലത്തെ അതേ തണുപ്പ് തന്നെയാട്ടോ ഇപ്പോഴും. പിന്നെ ഇപ്പോഴും നല്ല കാറ്റാട്ടോ വീശിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മുടെ ഓറഞ്ച് നാരകത്തിൻ്റെ മരം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നിൽക്കുന്നത് നമ്മുടെ അച്ചാറിടുന്ന നാരങ്ങയാട്ടോ. അത്യാവശ്യം നല്ല വലിയ നാരങ്ങ തന്നെയാണ്. അപ്പോൾ ഇതിൽ തന്നെ നിന്ന് പഴുത്ത് നല്ല ഇത് തന്നെ യെല്ലോ കളർ ആവും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ പറിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് അച്ചാറിടാൻ പറ്റിയൊരു പരിവാട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ 1-2 ഉണ്ട് കേട്ടോ. അതേപോലെ നല്ല ഷാർപ്പായിട്ടുള്ള മുള്ളുകളാണ് ഇതിലെല്ലാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള നാരങ്ങ ആയതോടെ അത് മുറിച്ച് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് സീഡുകളും ഉണ്ടാവും. നമുക്കൊരു 2 നാരങ്ങ അച്ചാറിട്ടാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ നമുക്ക് കുറച്ച് ഡേയ്സ് കൂടി കഴിയും നന്നായിട്ടൊന്ന് മൂത്ത് വരാനായിട്ട്. നോക്കുന്നതനുസരിച്ച് നമുക്ക് നല്ല രീതിയിൽ തന്നെ കളർ ചേഞ്ച് ആവും. അപ്പോൾ അതിനനുസരിച്ചിട്ടാട്ടോ നമ്മൾ പറിച്ചെടുക്കാറുള്ളത്. എന്നാൽ മെല്ലേക്കൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ തന്നെ മുള്ളും ഉണ്ടേ. പിന്നെ ഞാൻ നിൽക്കുന്ന അവിടുന്ന് നേരെ ഫ്രണ്ടിലേക്കുള്ള ഒരു വ്യൂ എന്ന് പറയുമ്പോൾ ഇതാട്ടോ മൊത്തം നോക്കി കോടമഞ്ഞിൽ കുളിച്ച് നിൽക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിലാട്ടോ നമ്മളിവിടെ വാഴക്കൊല വെട്ടുന്നത്. കുറച്ച് കൊലയൊക്കെ വെട്ടിയത് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടാലും താഴെ അവർ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നേരെ താഴേക്ക് ഇറങ്ങാം. അപ്പോൾ ഈ ഒരു വഴിക്കാട്ടോ നമുക്ക് താഴേക്ക് ഇറങ്ങാനുള്ളത്. അപ്പോൾ ഈ ഒരു വഴി എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെയിലി വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ഈ ഒരു വഴി വളരെ സുപരിചിതമായിട്ടുള്ള വഴിയായിരിക്കും കേട്ടോ. കാരണം നമ്മുടെ അമ്പലത്തിലേക്ക് പോകുന്ന ആ ഒരു റൂട്ടാട്ടോ ഇത്. അപ്പോൾ ഈ ഒരു വഴി എന്ന് പറയുമ്പോൾ 2 സൈഡിലും നമ്മൾ പൂച്ചെടികളാട്ടോ വെച്ച് കൊടുത്തത്. കാണുന്നതാട്ടോ നമ്മുടെ അമ്പലം. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ 2 സൈഡിലും നമ്മുടെ അമ്പലത്തിലേക്ക് ആവശ്യമായിട്ടുള്ള തെച്ചി അതുപോലെ തന്നെ തുളസി അങ്ങനെ കുറച്ച് സംഭവങ്ങൾ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. അത് മാത്രമല്ല കേട്ടോ നമുക്കിനി ഓണമൊക്കെ ആകുമ്പോഴത്തേനും നല്ല രീതിയിൽ തന്നെ പൂക്കളുണ്ടാവും. ഇപ്പോൾ നല്ല മഴയും കോടയൊക്കെ ആകുന്നതുകൊണ്ട് തന്നെ പൂക്കൾ കുറച്ച് കുറവുണ്ട് കേട്ടോ. എന്തായാലും കുറച്ച് ഡേയ്സൊക്കെ ഒന്ന് കഴിയുന്നതോറും നല്ല രീതിയിൽ തന്നെ പൂക്കളുണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ പൂജത്തെച്ചിയാണ്. തെച്ചിയുടെ തന്നെ ഒരു 2 വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ 2 സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കമ്പല നമ്മളൊന്ന് വെട്ടി വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും നല്ല രീതിയിൽ തന്നെ ഹൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. മഴയും കോട ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൂക്കളൊക്കെ വളരെ കുറവായിരിക്കും കേട്ടോ. എന്നാലും തെച്ചിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നമുക്കിപ്പോൾ ഡെയിലി നമ്മൾ വിളക്ക് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം പൂക്കൾ എടുക്കാനായിട്ട് ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ തന്നെ ചെമ്പരത്തിയും ഓൾമോസ്റ്റ് നമ്മുടെ അമ്പലത്തിലേക്ക് വേണ്ട അത്യാവശ്യം പൂക്കളെല്ലാം നമ്മളിവിടെ ഉണ്ട്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ആ ഒരു മണി പ്ലാന്റിൻ്റെ വള്ളിയാട്ടോ. അപ്പോൾ ഈ ഒരു വള്ളിയല്ല കേട്ടോ, ഇതിൻ്റെ ഒരു ചെറിയൊരു കണിക എന്ന് പറയുന്നത്. കാരണം ഇതിങ്ങനെ വലിയ രീതിയിൽ ഇങ്ങനെ സ്പ്രെഡായിരിക്കും കേട്ടോ ഈ ഒരു ഭാഗം മൊത്തമായിട്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ഞാനിങ്ങനെ പിടിച്ചിട്ട് ആ ഒരു വള്ളി ഈ ഒരു മരത്തിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് അപ്പോൾ ജസ്റ്റ് കുലുക്കുമ്പോഴത്തേനും ആ ഒരു മഴത്തുള്ളിയുടെ എഫക്റ്റ് നന്നായിട്ട്. അതേപോലെ തന്നെ ആ ഒരു മണി പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാലം പഴക്കമുള്ള ഒത്തിരി വർഷത്തെ പഴക്കമുള്ളൊരു മണി പ്ലാന്റ് തന്നെയാണ് ഈ കാണുന്നത്. പിന്നെ ഈ കാണുന്ന ഈ ഒരു പൂച്ചെടിയെ നിങ്ങൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നതെന്നൊന്ന് പറയാൻ കേട്ടോ. കാരണം ഞാൻ ഇതിനെന്തായാലും പൂച്ചവാലി എന്നാട്ടോ പറയാം. കാരണം നമ്മുടെ ഒരു പൂച്ചയുടെ വാലിൻ്റെ സെയിം ടെക്സ്ചറിലല്ലേ അത് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു പേരാട്ടോ വിളിക്കാറുള്ളത്. കാരണം ഇന്നൊന്നും ഇതങ്ങനെ എല്ലാവരും ഒന്നും കാണാറില്ല. പിന്നെ തൊട്ടടുത്തായിട്ട് നമ്മുടെ ഹൈഡ്രാഞ്ചിബ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നത് ഞാൻ ഏകദേശം ഈ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു ഭാഗത്ത് തന്നെയായിട്ടോ അവർ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു പുളിമരം കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു പുളിമരത്തിൻ്റെ സൈഡിൽ കൂടെ വേണം നമുക്കിനി പോകാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കി ഏട്ടൻ വരുന്നുണ്ട് കേട്ടോ വാഴക്കൊലയൊക്കെ ആയിട്ട്. എൻ്റെ പണിയിലാണല്ലോ.
എന്നാൽ പിന്നെ നമുക്ക് രണ്ടെണ്ണം പോയിട്ട് ചുമന്നാലോ. അതേപോലെ തന്നെ ഈ ഒരു മണ്ണെന്ന് പറയുമ്പോൾ നന്നായിട്ട് ചുമന്ന മണ്ണാണ്. അപ്പോൾ നല്ല മഴയൊക്കെയുള്ള ടൈമിൽ നമുക്ക് സാധാരണ ഒറ്റയ്ക്ക് നടക്കുന്ന ഈ ഒരു വഴിക്ക് കുറച്ച് ടാസ്ക് പിടിച്ചൊരു വഴിയാണ്. പിന്നെ മഴയും കൂടി ആകുമ്പോൾ മണ്ണൊക്കെ നന്നായിട്ട് നനഞ്ഞ് കുഴഞ്ഞ് കിടക്കും. അതുകൊണ്ട് തന്നെ വെയിറ്റൊക്കെ എടുത്തിട്ട് നടക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ടാസ്കുള്ള പരിപാടി നടത്തുന്നത്. നമുക്കൊരു കുറച്ച് പരിപാടി ഉണ്ട്. അപ്പം നെക്സ്റ്റ് വിശേഷങ്ങളായിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം കേട്ടോ.